ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രിൻസി ചോദിച്ച അച്ചപ്പത്തിൻ്റെ റെസിപ്പി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം കുറച്ച് കൊണ്ടിട്ടല്ല ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അരി വെള്ളത്തിയിട്ട് 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തതാണ്. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാൻ. നമ്മളിപ്പം അല്ലാതെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത്തിരി തരിയോടുകൂടി എടുത്താലും കുഴപ്പമില്ല. അച്ചപ്പമാകുമ്പം നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ പരുവത്തിലെടുക്കണം. നിങ്ങൾ വീട്ടിൽ പൊടിക്കുവാണെങ്കിൽ വീട്ടിൽ പൊടിച്ചിട്ട് അരിപ്പയിൽ അരിക്കണം. അരിച്ചിട്ട് വീണ്ടും ആ തരി വരുവാണെങ്കിൽ അത് വീണ്ടും മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുക്കുക. അതേസമയം നമ്മൾ റെഡിമെയ്ഡ് പൊടി വാങ്ങിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ തേങ്ങാപ്പാൽ ഞാൻ എടുത്തത്, ഞാനിപ്പം അന്ന് ഇപ്പം നമുക്കൊരു കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടിയത്. 1 കപ്പോളം. ഞാനിപ്പോൾ കൊച്ചൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയേ. അപ്പോൾ 1 കപ്പോളം വേണം. അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കട്ടി തേങ്ങാപ്പാൽ എടുക്കുമായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ നമ്മളിപ്പോൾ പൊട്ടിക്കുമ്പോൾ തേങ്ങയ്ക്ക് ഉൾക്കട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഉൾക്കട്ടി ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ 1 തേങ്ങ എടുത്ത്. എന്നിട്ട് ഞാൻ പിന്നെ പീര നമുക്കെന്തെങ്കിലും തോരനെല്ലാം കണ്ടിടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കളയാം. പിന്നീട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ കടകളിൽ പോകാറില്ലെന്ന്. അപ്പം ജയ വെറൈറ്റി ആണെങ്കിലും അജിതേച്ചി ആണെങ്കിലും പറഞ്ഞു. പിന്നെ വേറെ ആരാണ് പറഞ്ഞു തോന്നുന്നു, വിജി തനിയൊക്കെ പോകണം. ഞാൻ പണ്ട് തന്നെ വെജിറ്റബിൾ ഞങ്ങൾ ഈ ആഴ്ചയുള്ള വെജിറ്റബിൾസാണ് വാങ്ങിക്കുന്നത്. തന്നെ ഞാൻ പോയി വെജിറ്റബിൾസൊക്കെ 2 കയ്യിലും തൂക്കി 2 സഞ്ചി നിറച്ച് കൊണ്ടുവരുമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ എന്നൊക്കെ പറയുന്നത്, ഞാൻ മീൻ മാർക്കറ്റിൽ പോകത്തതെന്ന് പറയുന്നത്, നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം കൈ കാണിച്ച് വീട്ടുമുറ്റത്ത് നിന്നാൽ ഒരു ഓട്ടോ വിളിച്ചാൽ വരും. ഇവിടെ നിന്നൊക്കെ പറയുന്നത് അങ്ങനല്ല. ചില സ്ഥലത്തോട്ടേ ചില ഓട്ടോകൾ പോകത്തുള്ളൂ. ഇപ്പം ഞാൻ മീൻ മാർക്കറ്റിൽ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പോകുന്നെങ്കിൽ പിന്നെ അവിടുന്ന് വരാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. ഇവിടെ ഈ പിന്നെ മുംബൈയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയായിരിക്കുമല്ലേ, എല്ലാ സൈഡിലോട്ടും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നിൽക്കുവാണെങ്കിൽ ഇന്നടുത്തോട്ടൊന്ന് ഓട്ടോ പറഞ്ഞാൽ ഓട്ടോക്കാർ കാലി ഓട്ടോ പോയാൽ പോലും അവർ വരത്തില്ല. കാരണം അവർക്ക് പോകുമ്പോൾ അവർക്ക് വേറൊരു റൂട്ടിൽ വേറെ കാലി ഓട്ടോ പോവുകയാണെങ്കിൽ വേറെ കയറുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് പിന്നെ മീനൊക്കെ ഞാനിവിടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ആ വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ മീൻകറി, അതിന് മുമ്പിട്ടേ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് HB തീരെ ഇല്ല. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഒരു തലകറക്കം വരും, കണ്ണിൽ ഇരുട്ട് കയറും. അപ്പോൾ ഞാൻ നടക്കാൻ പോകുമ്പോഴും റീച്ചാൻ പറഞ്ഞിട്ടുണ്ട്, വെളിയിൽ നടക്കാൻ പോകണ്ട, ഈ സൊസൈറ്റിക്കകത്തേ നടക്കാവുന്നു. കാരണം നമുക്കിവിടെ ഒന്ന് ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിലും അറിയാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് എൻ്റെ ശരീരത്ത് ഓക്സിജൻ കുറയും. അങ്ങനൊരു പ്രോബ്ലം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തനിയെ എങ്ങും കഴിവതും പോകാത്ത. ഇപ്പം നടക്കാൻ പോവാന്നേലും ചിലപ്പോൾ ഞാൻ പ്രീസമ്മോനെയും കൊണ്ടേ പോകത്തുള്ളൂ, ആരാന്ന് വെച്ചാൽ. പിന്നെ റീച്ചാറുണ്ടെങ്കിൽ റീച്ചാൻ്റെ കൂടെ. അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ വീട്ടിൽ മീൻ കറി ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ട് അമ്മയുടെ അടുത്ത് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടെന്ന് മറന്നു. അവിടെ എല്ലാം പുക കയറി. അങ്ങനെ ഞാനിങ്ങനെ ആ പുകയെല്ലാം ശ്വസിച്ച് ശരീരത്തിൽ ഓക്സിജൻ ഇല്ലാതായിപ്പോൾ എനിക്ക് ഭയങ്കര സീരിയസ് ആയിരുന്നു. ചത്ത നീന്തിച്ചതാണ്. കാരണം എനിക്ക് ഒട്ടും ശ്വാസമൊന്നും കിട്ടാതൊക്കെ ഉള്ളൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് തന്നിപ്പം. എനിക്കിപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പം ചിലപ്പോൾ ഇരിക്കുന്നതിന് പെട്ടെന്നൊരു തലകറക്കം വന്ന് കണ്ണിലെങ്കിൽ ഇരുട്ട് കയറും. അപ്പോൾ HBക്ക് വേണ്ടി ഡോക്ടർ ഗുളിക തന്ന്. പിന്നെ നമ്മളല്ലാതെ ബീട്രൂട്ടും അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അറിയത്തില്ല ഇപ്പോഴും ഇങ്ങനെ. പിന്നെ നമ്മുടെ സ്ത്രീകളുടെ ഈ മാസത്തിൽ ഇത് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസം ഭയങ്കര ബ്ലീഡിങ്ങും ആയിരിക്കും. അപ്പോൾ പിന്നെ ഒന്നുകൂടെ പറയണ്ടേ, ഒന്നാമത് HB ഇല്ല, പിന്നെ ഈ പ്രോബ്ലം കൂടെ. പിന്നെ നമുക്ക് ഈ വീട്ടു സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ഈ പലചരക്ക് സാധനങ്ങൾ, അതൊക്കെ നമ്മൾ ഫോൺ ചെയ്താൽ ഉടനെ വീട്ടിലിങ്ങ് എത്തിക്കും. പിന്നെ ഈ മീൻ, പച്ചക്കറി ആണെങ്കിലും ഞങ്ങൾ സൺഡേയിൽ പോയി ഇങ്ങ് വാങ്ങിക്കും ഒരാഴ്ചത്തെ.
അപ്പം റീച്ചാൻ പിന്നെ വരുന്ന വഴിക്ക് എങ്ങാനും എന്തെങ്കിലും ഫ്രൂട്ട്സ് വല്ല അർജൻറ്റായിട്ട് വല്ലതും വേണമെങ്കിൽ അങ്ങനെ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ ഈ മീൻ മാർക്കറ്റിൽ പോകുന്നതാണ് മെയിൻ സംഭവം നമ്മുടെ. അപ്പം മീൻ അച്ചാറിന് ഓർഡർ എങ്ങനെ ഉണ്ടെങ്കിൽ പോയേ പറ്റത്തുള്ളൂ. ഞാനും റീച്ചാനോടെ എങ്ങനെ അന്നേരം പോവും. പിന്നെന്താ ഇന്നലെ ബ്ലസ്സഡ് മോള് പറയവാ, ചേച്ചി ഓരോന്നൊക്കെ പറയുമ്പം ചേച്ചിയുടെ മുഖഭാവം പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താടാ, എല്ലാവരും അങ്ങനല്ലേ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ മുഖത്ത് വരുമല്ലേ. മുഖമാണ് മനസ്സാണ് മുഖത്തിൻ്റെ കണ്ണാടി എന്നോ അങ്ങനെ കണ്ടിരണോ ഇല്ലയോ. പിന്നെ ഇതൊക്കെയാ കാര്യങ്ങൾ. അച്ചപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ഓക്കെ, ഇവിടെ അങ്ങനത്തെല്ലാം ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്, സത്യം പറഞ്ഞു കേട്ടോ. അത് സക്സസ് ആവുകയും ചെയ്തു. അപ്പോൾ അച്ചപ്പം പിന്നെ ഞാൻ എൻ്റെ ഈ അച്ഛന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന അച്ചായിരുന്നു. അന്ന് മുതൽ അതുപോലെ ഇരിക്കുക. ഇപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാൻ നേരമാണ് ഞാനിത് എടുത്തത്. അപ്പോൾ അമ്മയുടെ പറഞ്ഞാൽ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇച്ചിരി പുളിവെള്ളം, ഞാനത് കാണിക്കാം. ഞാൻ പുളിവെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു വെള്ളം എടുത്തിട്ട് ഒരു കഷ്ണം തോട്ടുപുളി ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നേരം അച്ചിട്ട് വെക്കാൻ പറഞ്ഞു, അച്ചയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പക്ഷേ എനിക്കും ഒരു പേടിയായിരുന്നു, ഞാൻ ആദ്യമായിട്ട് എടുക്കുമല്ലേ. അപ്പം എൻ്റെ അച്ച് തീരെ ഒരു കുഞ്ഞച്ച. അപ്പം ഓരോരുത്തരുടെ അച്ചിൻ്റെ വലിപ്പത്തിൽ അച്ചപ്പം വലുതും ചെറുതുമാകുവേ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതുപോലെ ചിലരെന്നല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആളോട് ഞാനൊരു ഡൗട്ട് ചോദിച്ചു. അപ്പം വീഡിയോ കണ്ടിട്ട് എനിക്ക് മറുപടിയൊക്കെ തന്നു, പക്ഷേ സ്കിപ്പ് ചെയ്തായിരിക്കും പോയത്. ഇതിൻ്റെ കാര്യം ഒന്നും വേണ്ടിയില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരായി സ്കിപ്പ് അടിച്ചു. ഇപ്പം നമ്മളൊന്നും അവരെ പറയാനൊക്കത്തില്ല. ഓക്കെ, പിന്നെ ഇന്നലെ ഞാൻ രാത്രിയിൽ ഒരു 10 മണിയായിട്ട് എനിക്ക് സമയം കിട്ടിയ എനിക്ക് വീഡിയോയുടെ കമൻസിന് റിപ്ലൈ കൊടുക്കാനേ. അപ്പോൾ കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ നെറ്റ് നിറച്ചിട്ടേക്കുക. 2 ദിവസത്തിന് മുമ്പിട്ട് എൻ്റെ മൊബൈലിൽ ജിയോയുടെ നെറ്റുണ്ട്, എയർടെലിൻ്റെ ഉണ്ട്, 2ൻ്റെ നെറ്റുണ്ട്. ജിയോയുടെ 2-3 ദിവസം കൊണ്ട് എല്ലാവരുടെയും പ്രോബ്ലം ആണെന്ന് പറയുന്നത്, വർക്കാവുന്നേ ഇല്ല. നമ്മൾ റീചാർജ് ചെയ്ത് പൈസ ഒക്കെ കിടപ്പുണ്ടത്. ഈ നമ്മുടെ വീട്ടിലെ നെറ്റ് മൊത്തത്തിൽ പോയി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ എന്തോ സർവീസ് പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് എന്നിട്ട് 2-3 മണിയാകുമ്പോഴേ അത് ക്ലിയർ ആവത്തോളം പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ റിപ്ലൈ ഞാൻ ഇതുവരെ കൊടുത്തില്ല. ഇനിയും വേണം ഇന്നത്തെ എൻ്റെ ബാക്കി റിപ്ലൈ. നിങ്ങളൊന്നും ചിന്തിക്കല്ലേ, പകുതി പേരുടെ ഞാൻ കൊടുത്തു. പകുതി പേരുടെ കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു അമളി പറ്റിയത്. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ എപ്പം ഇഡലിയും ദോശ ഉണ്ടാക്കിയാലും ഇച്ചിരി മണിച്ചോളം കൂടെ ചേർക്കും. അരി കുറവും മണിച്ചോളം കൂടുതലുമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എനിക്ക് നല്ലതായിട്ട് ദോശ ഇഡലിയും പറ്റുന്നുണ്ട്. അപ്പോൾ ഉച്ചത്തേക്കിന് മോരുകറി ഇരിപ്പുണ്ട്, തോരനിരിപ്പുണ്ട്, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തൊന്ന് മെഴുക്കുവരട്ടാന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും അങ്ങ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത പരിപാടികൾ ചെയ്യാമെന്ന് വെച്ച്. ഇപ്പം പോൾമോന് ദോശ ഇപ്പം ഉണ്ടാക്കുമ്പം കട്ടി കുറച്ച് ഉണ്ടാക്കുന്ന ദോശയാണ് അവനിഷ്ടം. ഈ കട്ടിയുള്ളത് ഇഷ്ടമല്ല. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെടുത്ത് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2-3 സവാളയും കൂടെ അരിയുന്നുണ്ട്. അപ്പം പ്രൈസമ്മ പറഞ്ഞ് മീൻസ് ടൊമാറ്റോ ഇടണ്ടാന്ന്. അപ്പം അതുകൊണ്ട് ടൊമാറ്റോ ഇടുന്നില്ല. അപ്പം ഇത് ഇത്രയും അരിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് അതങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇന്ന് ഇവർക്ക് അവധിയുള്ള ശിവരാത്രിയുടെ അന്നുള്ള വീഡിയോ ആയത്. അത് കഴിഞ്ഞുള്ള വീഡിയോ ചിലതൊക്കെ ഞാൻ ഇട്ട് ഇത് ഇടയ്ക്ക് അങ്ങ് പെൻഡിങ് ആയിപ്പോയി. അപ്പം ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇതൊന്ന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വെണ്ടയ്ക്ക ഒന്ന് സ്റ്റാർട്ടിങ്ങിലങ്ങ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കും. അപ്പോൾ അത്രയും വഴുവഴുപ്പ് വരത്തില്ല.
അപ്പോൾ പ്രൈസമോനെ അവിടെ പഠിക്കാനിരുത്തിയിട്ടാണ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത്. കട്ടിലെ കിടന്ന് അവിടെ ഇരുന്ന് പഠിക്കാണ്ട് ചേറെ ഇരുന്ന് പഠിക്കാനില്ലേ പറഞ്ഞേ? 23 हो गया तो ഇനി അടുത്തത് പഠി. പിന്നെ ചോദിക്കാൻ വരുന്ന ഉടനെ ബബ്ബ അടിക്കാമെങ്കിൽ ഞാൻ എഴുതിപ്പിക്കും. അങ്ങനെ പറ്റത്തുള്ളൂ. പഠിക്കാൻ ഇത്രയും സമയം ഞാൻ തന്നിട്ടുണ്ട്. അപ്പം അവൻ്റെ ഡ്രസ്സ് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നത്തെ ഒരേ ഡ്രസ്സ് വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ടിന്യൂസ് അടുപ്പിച്ചുള്ള വീഡിയോ അല്ലെന്ന്. ഈ വീഡിയോ പെൻഡിങ്ങിലിരിക്കുമായിരുന്നു. അതിന് ഇത് കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടു. അപ്പം 2 ദിവസത്തെ ഗ്യാപ്പിലുള്ള വീഡിയോയാണ്. അതാ അങ്ങനെ ഡ്രസ്സ് അങ്ങനെ വന്നത്. അടുപ്പിച്ചുള്ള ദിവസത്തെ അല്ലായിരുന്നു. അപ്പം ഞാൻ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി, ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. ഇഡലി പാത്രമൊക്കെ അവിടെ വെള്ളം ഒഴിച്ച് ഇട്ടേക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ അച്ചാന്ന്. അപ്പം ഞാൻ ഇതുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് ഇതുപോലെ നമ്മുടെ അച്ച് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം, ഞാൻ ആ കഷ്ണം ഒന്ന് കീറിയിട്ടെന്നേ ഉള്ളൂ, ഇച്ചിരി ഉപ്പൂടിട്ട് അതൊന്ന് തിളക്കട്ടെ വെള്ളം. എന്നിട്ട് നമ്മുടെ ഈ അച്ചിട്ട് കുറച്ച് നേരം ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ മുക്കി വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴുകി എടുത്തിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിരുന്നേ. കാരണം പിന്നെ നമ്മൾ എണ്ണയിലിടേണ്ടതല്ലേ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ നമുക്കൊരു വെപ്രാളോ, ശരിയാവുമോ എങ്ങനാവുമോ എന്നുള്ള. പക്ഷേ ആദ്യത്തെ തന്നെ ഉണ്ടാക്കില്ല എനിക്കത് സക്സസ് ആയെന്നുള്ളതാണ്. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുക്കാനാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടി തേങ്ങാപ്പാൽ അമ്മക്ക് വേണ്ടിയെന്ന്. അപ്പം ഇതിന് ഒത്തിരി പീര ഇല്ലാത്തതായത് കൊണ്ട് നല്ല ഉണക്കലുമായിരുന്നു. നല്ല പച്ചത്തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഞാനിങ്ങനെ നമ്മുടെ ചായ അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ സ്പൂണും കൊണ്ട് അമക്കി ഇങ്ങനെ പാലെടുക്കുമായിരുന്നു. പാലെടുക്കുമ്പോൾ നമ്മൾ ഒരു കണക്കൊരു 1.5 കപ്പ് പാല് നമ്മൾ എടുത്ത് വെച്ചേക്കണം. പിന്നെ നമുക്ക് എത്രയുമാ ആവശ്യമുള്ളതെന്ന് ബാറ്ററിൻ്റെ ലൂസ് അനുസരിച്ച് പാലൊഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കാറില്ലല്ലേ, ഈ തേങ്ങാപ്പാലിലല്ലേ നമ്മൾ തേങ്ങാപ്പാലിൻ്റെയും മുട്ടയുടെയും ആ ലിക്വിഡിലല്ലേ ഇത് നമ്മൾ മാവ് കലക്കുന്നത്. കാരണം ചില മുട്ടകളിൽ ഇത്തിരി ആ വെള്ളമൊക്കെ കൂടുതലായിരിക്കും, ചിലതിൽ ഇച്ചിരി കാണത്തുള്ളൂ. ഞാൻ നേരത്തെ പൊടിക്കുന്ന അതിൻ്റെ അകത്തൊന്ന് പൊടിച്ചതാണെങ്കിലും പിന്നെ മനസ്സിനൊരിതിന് വേണ്ടിയിട്ട് ചെറിയ ജാറിലിട്ട് ഞാൻ ഒന്നുകൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല തരി കാണല്ലെന്ന്. അപ്പോൾ ഇത് 1 കപ്പുണ്ട് അരിപ്പൊടി, 1 കപ്പ്. നിങ്ങൾക്കിപ്പം റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണെങ്കിൽ അപ്പം ഇടിയപ്പത്തിൻ്റെ അങ്ങനെയുള്ള പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 കപ്പ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒത്തിരി മധുരം ഞാൻ എടുക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സിയിലാണ് ഞാനൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് ഈ അടിച്ച് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തില്ലേ, അതെനിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളായിരുന്നു എൻ്റെ കണക്കിൽ. കാരണം അധികം മധുരം ഞങ്ങൾ ഉപയോഗിക്കാറില്ലല്ലേ. പിന്നെ നിങ്ങൾ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായി കൈ കൊണ്ട് ബീറ്റ് ചെയ്താലും മതി. കാരണം ആ പഞ്ചസാര നന്നായി അങ്ങ് അലിയണം. ഞാൻ മിക്സിയിൽ അങ്ങ് 2 കൂടെ അങ്ങ് അടിച്ചതേ ഉള്ളൂ. കാരണം നന്നായിട്ട് അടിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ്. കയ്യിലാകുമ്പോൾ കുറേ സമയം എടുക്കത്തില്ല. മിക്സിയിലാകുമ്പോൾ അടിച്ചുമ്പോൾ മുട്ടയും നന്നായി അടിഞ്ഞ് കിട്ടി, പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞ് കിട്ടി. ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായി ഈ പൊടിയൊന്ന്, ഈ മുട്ടയുടെ ലിക്വിഡും ഇതെല്ലാം കൂടെ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് ഒരു ദോശമാവിൻ്റെ പരുവത്തിനേക്കായി ഒരു ഇച്ചിയും കൂടെ ലൂസായിട്ട് വേണം നമുക്ക് മാവിരിക്കേണ്ടത്.
അപ്പോൾ ഇത് നന്നായി ഒന്ന് ഞാൻ കുറേശ്ശെ പാലൊഴിച്ച് ഞാൻ ടോട്ടൽ എനിക്ക് 1 കപ്പും ഒരു കുറച്ചുകൂടെ ഒരു 1/4 കപ്പ് കൂടെ 1.25 കപ്പോളം തേങ്ങാപ്പാലിൻ്റെ ആവശ്യം വന്നു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളൂടെ ചേർത്തിട്ടുണ്ട്, കറുത്ത എള്ള്. അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിലപ്പോൾ 1 കപ്പ് പാലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ നമ്മൾ ഈ 1 കപ്പ് പൊടി എടുത്തതിൽ. ചിലപ്പം ഇപ്പം ഞാൻ എടുത്തതുപോലെ ആവും, പൊടിയിലും ഒക്കെ വ്യത്യാസം വരുമേ. അതൊന്നും കണക്കങ്ങടെ നമ്മുടെ ബാറ്റർ എങ്ങനെയാണോ അതനുസരിച്ച് പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ ഈ കലക്കുന്ന നേരത്ത് നമുക്ക് എണ്ണ അവിടെ ചൂടാക്കാൻ വെച്ചിട്ട് അച്ച് അതിലിട്ട് വെക്കണേ. അച്ച് നന്നായി എപ്പോഴും ചൂടായിട്ടിരിക്കണം. നമ്മൾ ഈ ബാറ്ററിൽ മുക്കുമ്പം അച്ച് നന്നായി പഴുത്തിരിക്കണം. ഇപ്പം അച്ച് ഞാനിതിലിട്ട് വെച്ചേക്കും, അതാണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എണ്ണ നന്നായി തിളച്ച് അച്ച് നന്നായി പഴുത്തിരിക്കുക. എപ്പോഴും നമ്മൾ ബാറ്ററിൽ മുക്കുമ്പോൾ അച്ച് ഇതുപോലെ നന്നായി പഴുത്തിരിക്കണം. ഇപ്പം ഞാൻ ഈ ഓയിൽ ഒഴിച്ചേക്കുന്ന പാത്രം ഒരെണ്ണേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിലും വലുതാണെങ്കിൽ നിങ്ങൾക്ക് 1-2 എണ്ണമൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് ഒത്തിരി അങ്ങ് തീ ആവണ്ട. കാരണം എനിക്ക് അബദ്ധം പറ്റി, ആദ്യത്തെ 1-2 എണ്ണം എൻ്റെ കരിഞ്ഞു പോയി. കാരണം ഹൈ ഫ്ലെയിമിലായിരുന്നു തീ ഇട്ടിരുന്നത്. അച്ച് ഇടുന്ന സമയത്ത് അതിൽ കിടക്കുന്ന സമയത്ത് ഓയിൽ നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കണം. അത് കഴിഞ്ഞ് മാവ് ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് തീ ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് മൊത്തത്തിൽ പറഞ്ഞല്ലോ, മൊത്തത്തിൽ ആ ഹോള് മൊത്തത്തിൽ മുങ്ങരുത്, അച്ച് മുക്കാലോളമേ മുക്കാവൂ. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അച്ചായതുകൊണ്ട് അതിൻ്റേതായ ഇത്തിരി അതൊന്ന് ഇളകാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. ആണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇച്ചിരി തീ കൂടിയത് കൊണ്ട് ഒരിച്ചിരി കരിഞ്ഞു പോയി. ഇത് നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് അത് കാണിച്ചത്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അത് കാണിക്കാതിരിക്കായിരുന്നു. പക്ഷേ അബദ്ധം പറ്റരുത്. ആ അച്ച് നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ അച്ചിട്ടിട്ട് മാവ് നമ്മൾ മുക്കിയിടുന്ന സമയത്ത് ഇത്തിരി തീ കുറച്ചേക്കണേ. എന്നിട്ട് ഉടനെ അതിങ്ങനെ ഷേക്ക് ചെയ്യല്. ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഷേക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ താനെ വിട്ടുവരും. ആദ്യത്തെ 1-2 ഇടം അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് മനസ്സിലായി തീ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. പിന്നെ എൻ്റെ കറക്റ്റ് കളറ് നല്ലതായിരുന്നു. ഈ അച്ചപ്പം ഈ തിരിച്ചിടുന്ന സമയം കൊണ്ടൊക്കെ അച്ച അതിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. പക്ഷേ എനിക്ക് അച്ചും അതിൻ്റെ അകത്തിട്ട് ഈ അച്ചപ്പം കൂടെ രണ്ടും കൂടെ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അച്ചിങ്ങനെ കൈ പിടിച്ചിട്ട് അച്ചപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ അച്ച ഓയിലിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായി ഒന്ന് തീ കൂട്ടി ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും മാവിൽ മുക്കുന്നത്. അപ്പോൾ ഇത്തിരി വീതിയുള്ള പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ഒക്കെ ഇടാം. അച്ചിങ്ങനെ അച്ചപ്പം എടുക്കുന്ന സമയം കൊണ്ടൊക്കെ തിരിച്ചിടുന്ന സമയം കൊണ്ടൊക്കെ അച്ച അങ്ങനെ ചൂടായിട്ട് കിടക്കും. അതുപോലെ അച്ചപ്പം ഇടുന്ന സമയത്തും മറിച്ച് നമ്മൾ പാത്രത്തിലോട്ട് വെക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ടേ വെക്കാവൂ. അല്ലെങ്കിൽ ഓയിൽ ഊർന്ന് താഴോട്ട് പോകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1-2 അച്ചപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാവ് സ്പൂണും കൊണ്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ അടുത്തത് മുക്കാവൂ. കാരണം നമ്മൾ ഈ ചൂട് ഇതിങ്ങനെ വെക്കുന്നുണ്ടേ, ഇത് ഇടുന്നുണ്ടേ മാവ് ഇത്തിരി വേവുമൊക്കെ ചെയ്യും. അതുപോലെ വലിയ വീതിയുള്ള പാത്രത്തിലാണ് നിങ്ങളിത് മാവ് എടുക്കുന്നതെങ്കിൽ കുറയുന്നതനുസരിച്ച് ചെറിയ പാത്രത്തിൽ ഒന്നിലാക്കണം. കാരണം ഇതൊന്നും മുക്കണ്ടേ നമുക്ക്. ഇതിപ്പം വീതിയുള്ളൊരു പാത്രത്തിലാണെങ്കിൽ അത്രയും മാവുള്ളെങ്കിൽ അച്ച് മുങ്ങാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് മാവ് ഇളക്കുകയും ചെയ്യണേ. അതുപോലെ 1 കപ്പിന് ഞാൻ ആ 1 മുട്ട എടുത്തില്ല. ആ 1 മുട്ട തന്നെ അതിൻ്റെ അച്ചപ്പം കഴിക്കുമ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഈ അച്ചപ്പം ഉണ്ടാക്കുന്നത് വലിയ എന്തോ പരിപാടിയാണെന്ന് പറഞ്ഞിരുന്നേ. അതാ ഇത്രയും നാളും അത് ഉണ്ടാക്കാതിരുന്നത്. പക്ഷേ വളരെ ഈസി. ആ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റുമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവുണ്ടല്ലേ, ഞാൻ ഇങ്ങനെ ഒരു കിഴുത്തപാത്രത്തിൽ വെച്ച് ഇങ്ങനെ ബൂന്തി ഉണ്ടാക്കി. അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം അച്ച് മുങ്ങാനുള്ള മാവില്ലായിരുന്നു. ഇപ്പോൾ 1 കപ്പിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയെടുത്ത് ഇത് ആദ്യത്തെ കുറച്ചിത്തിരി
കളറായിപ്പോയി. ഇത് 10 ഉണ്ട്, 11, 12, 13, 14, 15, 16, 17. ഒരെണ്ണം ഹോളെടുത്ത് 18 എണ്ണം. അപ്പോൾ ഈ അച്ച് ചെറിയ അച്ചായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ ആ ഹോളിൻ്റെ ഹൈറ്റൊക്കെ ഇത്തിരി ചെറുതായിരുന്നു. അപ്പം നിങ്ങളുടെ അച്ച് വലുതാണെങ്കിൽ അച്ചപ്പം ഇത്തിരി വലുതായിട്ടിരിക്കും. നോക്കാം. പോളെ എങ്ങനെ ഉണ്ടോ നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.